ചേച്ചി ഇരിക്കുക ചേച്ചി, അമ്മ വിളമ്പിക്കോളും. ഞാൻ പിന്നെ ഇരുന്നോളാം. അമ്മ ഇരിക്കേ. ഇരിക്കുക ചേച്ചി. അമ്മ വിളിച്ചായിരുന്നു ചേച്ചി? അമ്മ വിളിച്ചിരുന്നു, അങ്ങോട്ട് ചെല്ലണില്ലെന്ന് ചോദിച്ചു. അല്ല, അതിന് ഏട്ടനും ഏട്ടത്തി സമ്മതിക്കോ? എന്താ സമ്മതിക്കാത്തത്? അല്ല, സീമ അങ്ങോട്ട് ചെന്നാൽ അവർക്കൊരു ബാധ്യതയായി കാണുമെന്ന് കരുതി കാണും. എന്ത് ബാധ്യത? അവിടെ ചേട്ടനും ചേച്ചിയും ജോലിക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ അമ്മയും ചേച്ചി മാത്രമല്ലേ ഉള്ളൂ. അമ്മ ഒറ്റയ്ക്കാണെങ്കിൽ എല്ലാം കരഞ്ഞോണ്ടൊക്കെ ഇരിക്കും. എന്നാലും ആ സീമയുടെ ഭർത്താവിൻ്റെ ആൾക്കാർ ഒരാൾ പോലും ഇങ്ങോട്ടൊന്ന് തിരിഞ്ഞു നോക്കില്ല എന്നുള്ളതാ. അമ്മേ, അവിടെ എല്ലാവരും പുറത്തല്ലേ, പിന്നെ തുമ്പിയുടെ പഠിപ്പ് കഴിയണവരെ എനിക്കവിടെ പോയി നിൽക്കാനും പറ്റില്ലല്ലോ. ഒരു കണക്കിന് പറഞ്ഞാൽ സനോജും കൂടെ ഇല്ലായിരുന്നെങ്കിൽ സീമയുടെ അവസ്ഥ എന്താകുമായിരുന്നു? ഞാൻ കാണൂല എൻ്റെ ചേച്ചിയോട് അല്ലേ ചേച്ചി? എല്ലാവർക്കും എല്ലാം അറിയുന്നതാണ്, പിന്നെ എന്തിനാണ് ഇപ്പൊ ഇങ്ങനെ ഒരു സംസാരം? അയ്യോ, ചേട്ടൻ മരിച്ചിട്ട് 1 മാസേ ആയിട്ടുള്ളൂ. അയ്യോ, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചൊന്നും പറഞ്ഞതല്ല മോനെ. എന്തുദ്ദേശിച്ചാലും ശരി, ഇനി ഇങ്ങനത്തെ സംസാരം ഇവിടെ ഉണ്ടായിരുന്നു. ശരണ്യ, നിന്റെ അമ്മയെ കാര്യം പറഞ്ഞു മനസ്സിലാക്കുക. അവളിപ്പോൾ കരഞ്ഞുകൊണ്ട് പോകാൻ വേണ്ടി ഞാൻ ഇവിടെ എന്താ പറഞ്ഞേ?